എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ എം.എസ്. സുനിൽ. വെൽക്കം ടു മൈ ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട കാതോലിക്കൻ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, ഇപ്പോഴ് എലക്ഷന് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. അധ്യാപകർക്ക്, പ്രത്യേകിച്ച് കോളേജ് അധ്യാപകർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ എലക്ഷൻ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കിട്ടാറുണ്ട്. അപ്പൊ അന്നത്തെ ഒരു രസകരമായ ഒരു എക്സ്പീരിയൻസ് ആണ്, എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് എലക്ഷൻ ഡ്യൂട്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ മറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരൊക്കെ എലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നതും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ വന്ന് സംസാരിക്കുന്നതും അതിനകത്തുള്ള രസകരമായ സംഭവങ്ങളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ വന്ന് ഇവരിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ, പിന്നെ വോട്ട് ചെയ്യാൻ പോകുമെന്നല്ലാതെ എലക്ഷൻ ഡ്യൂട്ടി സംബന്ധമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയും എലക്ഷൻ ഡ്യൂട്ടി ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കിട്ടുന്നതായിട്ട് ഓർഡർ മേടിക്കാൻ പോകുന്നതും ഒക്കെ ഞാൻ കാണുന്നു. അപ്പോൾ ഒരു ദിവസം അന്ന് ഈ പറഞ്ഞ അതേ സമയത്ത് ഈ എലക്ഷന്റെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ സമയത്ത് ഒരു 11-11:30 ആയി കാണും. ഞാൻ കോളേജിലെ ക്യാൻറ്റീനിൽ കഴിക്കാനായിട്ട് പോയിട്ട് ആ കയറ്റം കയറി മുകളിലോട്ട് വരുന്ന സമയത്ത് ഓഫീസിന്റെ താഴെയായിട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള 2 അധ്യാപകര് നിന്ന് ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ദൂരേന്ന് വരുന്നു. ഇവർക്ക് ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓടി വാ ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ എന്താന്ന് മനസ്സിലായില്ല. ടീച്ചറൊന്ന് ഓടി വാ, ടീച്ചറിന്റെ നല്ലൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ? ടീച്ചറിന് ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെന്നെ കളിയാക്കുകയാണ്. കാര്യം എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയാൻ ഞാൻ ലോട്ടറി ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കേട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, ചിരിയൊക്കെ ഇപ്പം കരച്ചിലൊക്കെ ആയി മാറും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത് വന്നപ്പം പറഞ്ഞു, ടീച്ചറിന് എലക്ഷൻ ഡ്യൂട്ടി വന്നിട്ടുണ്ട്, പോയി മേടിക്കണമെന്ന് ഓഫീസിൽ നിന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ അങ്ങോട്ടൊന്ന് പോകും, പ്രിൻസിപ്പലിന്റെ അരികിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതങ്ങനെ എനിക്ക് എലക്ഷൻ ഡ്യൂട്ടി വരുന്നത്? കാര്യം ഞാൻ അന്ന് ജൂനിയർ ആയിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. മറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്, ആർക്കും അതായത് മറ്റ് അധ്യാപകർക്കും സീനിയേഴ്സിനൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ മറ്റാർക്കും ഇല്ല. അത് എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചോട്ട് ഞാൻ പറഞ്ഞു, ചുമ്മാ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവരന്നേരം അപ്പോഴത്തേക്ക് ഇവരുടെ ആ തമാശയൊക്കെ മാറി. അവര് പറഞ്ഞു, ഞങ്ങൾ സീരിയസ് ആയിട്ടാ പറയുന്നത്, ടീച്ചർ പോയി എലക്ഷൻ ഡ്യൂട്ടി വന്നത് ഓർഡർ കൈപ്പറ്റിയില്ലേ പണിയാകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ നേരെ നടന്ന് ഓഫീസിലേക്ക് ചെന്ന് ഓഫീസിൽ നിന്ന് ഈ ബുക്കും ഓർഡറും എല്ലാം കൂടെ ഞാൻ കൈപ്പറ്റിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. കാര്യം വേറെ ആർക്കും, മറ്റ് ലേഡി ടീച്ചേഴ്സിന് ആർക്കും ഇത് കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ ഇതുള്ളൂ. ഞാൻ അന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞുണ്ട്. അപ്പൊ ആ കുഞ്ഞിന് അധികം പ്രായമൊന്നുമില്ല, കൊച്ചു കുഞ്ഞാണ്. അപ്പം കുഞ്ഞിനെ ഒരു ജോലിക്കാരി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം, അന്നൊക്കെ എലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. കാരണം ദൂര സ്ഥലങ്ങളിലായിരിക്കും, 2-3 ദിവസമൊക്കെ നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് പോകണം, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പൊ ഞാൻ ഈ ഡ്യൂട്ടി മേടിച്ചോണ്ട് വെളിയിലോട്ട് വന്നപ്പോൾ എന്നോടൊരു ഇവരിതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഒരു സീനിയർ ആയിട്ടുള്ളൊരു അധ്യാപകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചർ പേടിക്കൊന്നും വേണ്ട, എവിടെയാ കിട്ടിയെന്ന് നോക്കിക്കേ, ഞങ്ങൾ അറിഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓർഡർ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കരിമാൻ തോടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് നമ്മൾ തേക്ക് തോട്, കരിമാൻ തോട് എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെ ഒരു സെന്ററിലാണ് എനിക്ക് എലക്ഷൻ ഡ്യൂട്ടി വന്നിരിക്കുന്നത്. അത് ശരിക്കും വള്ളമൊക്കെ കയറി പോകേണ്ട ഒരു സ്ഥലമാണ്, ഒരു കാട് അല്ലെങ്കിൽ വനത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. ആ സ്ഥലം വന്നറിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഭയന്നു. കാര്യം അന്ന് എനിക്ക് ഇവിടെ ഈ ഭാഗങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞുള്ളൊരു
അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഇത് വേറെ എവിടെയെങ്കിലും ആണേലും വേണ്ടിയല്ല, എനിക്ക് എന്തിനാണ് ഈ എന്താ ഉൾപ്രദേശത്ത് വനത്തിനോട് ചേർന്ന് വണ്ടി സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു മേഖലയിൽ ഞാൻ എങ്ങനെ പോകുന്നു പറഞ്ഞപ്പോൾ ഈ സാറ് പറഞ്ഞു, ടീച്ചർ വിഷമിക്കാതെ ഞാൻ അവിടെ താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ടീച്ചറിന് ചെയ്തു തരാം, ടീച്ചർ സന്തോഷമായിട്ട് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ ഇട്ടിട്ട് എങ്ങനെയാ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് മാറാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിന്ന് മാറി കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവസാനം ഞാൻ ആരോ പറഞ്ഞത് പ്രകാരം ഞാനൊരു അപേക്ഷയൊക്കെ എഴുതി കളക്ടറേറ്റിലോട്ട് പോയി. കളക്ടറേറ്റ് ഇലക്ഷൻ വിങ്ങിലോട്ടാണ് ആദ്യം തിരക്കി പിടിച്ച് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്, എനിക്ക് അസൗകര്യമുണ്ട്, ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ കളഞ്ഞിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരാൻ വീട്ടിൽ വേറെ ആരും ഇല്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് പോയെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സാഹചര്യമൊക്കെ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റാർക്കും വന്നിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി വന്നതിൻ്റെന്ന്. അവർ പറഞ്ഞു, ആര് പറഞ്ഞു, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ നേരെ കളക്ടറെ കാണാനായിട്ട് പോയി. അപ്പം കളക്ടർ റൂമിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ട് കളക്ടറെ കാണാൻ എനിക്ക് പറ്റിയില്ല. വീണ്ടും ഞാൻ തിരിച്ചു വന്നു, ADM കണ്ടു. അപ്പൊ ADM എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്, അദ്ദേഹത്തിനെ കാണാൻ വന്നു. അദ്ദേഹം അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്നോട് പറഞ്ഞു, അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് നോക്കാം എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഞാൻ കളക്ടറോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ചിലപ്പം പറ്റിയേക്കും, അത് അപേക്ഷയൊക്കെ എഴുതി തരാൻ പറഞ്ഞിട്ട് ഞാൻ അത് ഏൽപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചു തന്ന് ഈ ഇലക്ഷൻ ആ വിങ്ങിൽ വന്നിട്ട് വീണ്ടും ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് മാത്രം എന്താ നിങ്ങൾ ഈ ഡ്യൂട്ടി, വേറെ ലേഡി ടീച്ചേഴ്സിന് ആർക്കും പത്തനംതിട്ട കാതോലിക്കൻ കോളേജിലെ ആർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം. അപ്പം അവർ പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളുടെ കോളേജിൽ ലേഡി ടീച്ചേഴ്സിന് ഇട്ടിട്ടില്ല? നമ്മൾ ലേഡി ടീച്ചേഴ്സിന് നിങ്ങൾ കൊടുക്കത്തില്ലല്ലോ, പിന്നെ ഒരു ലേഡിയായി എനിക്ക് എന്തിനാണ് തന്നത്? അന്നേരം ഇവര് പറഞ്ഞു, ടീച്ചറെ അങ്ങനെ ഒരു നിയമമില്ല, ലേഡിന്നോ ജെൻസൊന്നൊന്നുമില്ല, എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ പോകണം, പിന്നെ നിങ്ങൾ ഇങ്ങനെ ലേഡി ടീച്ചേഴ്സിന് ഇല്ല എന്നുള്ളൊരു നിയമം ടീച്ചർ ഇവിടുന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല, നമ്മുടെ കോളേജിൽ ഇതുവരെ ആരും ലേഡി ടീച്ചേഴ്സ് ആരും ഇങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഞാൻ എൻ്റെ ഒരു പ്രാളത്തിന് എൻ്റെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പറഞ്ഞു പോയപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇവർ ലിസ്റ്റ് എടുത്തപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ജെൻസിന്റെ പേരാണ്. ആ കൂട്ടത്തിൽ ആണിന്റെ പേരായ ഞാനും എൻ്റെ പേരും സുനിൽ നായതുകൊണ്ട് ആ പേരും ഒന്നുകിൽ അത് അറിയാതെ ഓഫീസിൽ നിന്ന് അറിയാതെ ഉൾപ്പെട്ടു പോയതോ അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഉൾപ്പെട്ടു പോയതോ എന്തോ എനിക്കറിയത്തില്ല. എന്തോ ആരും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. അവര് പറഞ്ഞു, ടീച്ചർ പോയിക്കോ, ഞങ്ങള് അത് ടീച്ചറിന് എങ്ങനെ അതിന്റെ ഇതിൽ ഒഴിവാക്കാൻ പറ്റുമോ നോക്കട്ടെന്നും പറഞ്ഞോട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ സന്തോഷപൂർവ്വം എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞാൻ തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം കോളേജിൽ ചെല്ലുമ്പോൾ ഒരു 11-11:30 പിറ്റേ ദിവസം, അതായത് തലേ ദിവസം എന്നോട് പറഞ്ഞ അതേ സമയമായപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലേഡി ടീച്ചേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ പേരിങ്ങനെ ഓഫീസിലേക്ക് ഓടുന്നു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവരെല്ലാം ഈ ഓർഡർ, അതായത് ഇലക്ഷൻ ഓർഡർ കൈപ്പറ്റിക്കൊണ്ട് വരുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, ടീച്ചർ എങ്ങനെ ഇതിന്ന് ഒഴിവായോ? ഞാൻ പറഞ്ഞു, ഒഴിവായോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, കുഞ്ഞുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ മറ്റേ സാറുമാർ എന്നോട് ചോദിച്ചു, സീനിയേഴ്സ് ആദ്യം എന്നെ കളിയാക്കി, അല്ലെങ്കിൽ എന്താ രസകരമായിട്ട് എന്നോട് പറഞ്ഞില്ലേ, ലോട്ടറി അടിച്ച് ടീച്ചർ പോയി മേടിച്ചോണ്ട് വാന്ന് പറഞ്ഞ അധ്യാപകർ എന്നോട് ചോദിച്ചു, ടീച്ചർ എന്തു ആണ് അവിടെ പോയി പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് ലേഡി ടീച്ചേഴ്സിന് ആർക്കും നിങ്ങൾ കൊടുക്കാതെ ലേഡിയായി എന്നെ മാത്രം എന്തിനാണ് ഇട്ടത്? അപ്പൊ അന്നേരമാണ് എനിക്ക് ഇതിന്റെ ഗുട്ടൻസ് പിടി കിട്ടിയ കാര്യം. എന്റെ പേര് ഒഴിവാക്കി കിട്ടുകയും ചെയ്തു, മറ്റ് ലേഡി ടീച്ചേഴ്സിനെ എല്ലാം അതിന് പകരമായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു രംഗം. അങ്ങനെയാണ് പത്തനംതിട്ട കാതോലിക്കൻ കോളേജിൽ ആദ്യമായിട്ട് ലേഡി ടീച്ചേഴ്സിനെ ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയ ഒരു ആണ്. പക്ഷെ ചെയ്ത് വിടാന്നല്ല എന്ന് വെച്ച കാര്യം, നേരത്തെ ജെൻസിന്റെ ലിസ്റ്റ് മാത്രമേ ഇവിടുന്ന് അവർ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. അന്ന് ലേഡി ടീച്ചേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് ആയിരുന്നു ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ അതിനുള്ളൊരു മാറ്റം അന്ന് തൊട്ട് ആ ഒരു മാറ്റം വരാനുള്ളൊരു സംഭവം എനിക്കൊരു ഡ്യൂട്ടി കിട്ടിയത് കൊണ്ട് അങ്ങനെ വരികയുണ്ടായി. അപ്പോൾ ഇവരെല്ലാം കൂടെ പിന്നെ പറഞ്ഞ് ആ ടീച്ചർ ഒഴിവാക്കി കിട്ടുകയും ചെയ്തു, ഞങ്ങൾക്കെല്ലാം ഇതുപോലെ ഡ്യൂട്ടി കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഒരു അനുഭവം ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി മറ്റൊരു അവസരത്തിൽ വേറൊരു എക്സ്പീരിയൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ടിൽ ദെൻ, ഗുഡ് ബൈ.